ഫിലിപ്പ് മമ്പാട് വിഷയത്തിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഫിലിപ്പ് മമ്പാടിനെ വെളുപ്പിക്കാൻ വേണ്ടി പുട്ടിയും വൈറ്റ് വാഷുമായിട്ട് ആരും വരുന്നില്ലേടേ എന്നുള്ളത്. സംഗതി രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു നറേറ്റീവ് രാഹുൽ ഈശ്വർ വെച്ചിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ അതായിരിക്കും ഈ പറഞ്ഞ കമൻറ്റ് സെക്ഷൻ്റെ അകത്തും. പിന്നെ ഇയാളെ വെളുപ്പിക്കാൻ പുട്ടിയായിട്ട് ആ വൈറ്റ് വാഷുമായിട്ട് വരുന്നവർക്കുള്ള ആ ക്യാപ്സ്യൂൾ രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോയിലുള്ള അവരുടെ ആ നറേഷൻ, അവരുടെ ആ മാനിപ്പുലേഷൻ ആയിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. മുൻ ഭാര്യയെയും മകളെയും കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ള ഈ ഒരു പുട്ടിയടി വൈറ്റ് വാഷ്, എന്താണെങ്കിലും അതിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയണമല്ലോ. കാരണം ഞാൻ 2 വീഡിയോ ചെയ്ത ഒരാളാണല്ലോ. ഒരുപാട് പേര് എനിക്ക് ന്യൂസ് 18 ഇവർ കൊടുത്ത ഇവരുടെ ഈ ബൈറ്റ് എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാനിതിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും എൻ്റെ കുറച്ച് ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. ഓക്കെ, ഇനിയും തളർത്തരുത്, പൊട്ടിക്കരഞ്ഞ് ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാര്യ. ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാര്യ എന്ന് തന്നെയാണല്ലോ ന്യൂസ് 18 കേരളം കൊടുത്തിട്ടുള്ളത്. ഓഹോ, അപ്പോൾ ഇവരിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷനോ കാര്യങ്ങളൊന്നും നടത്തിയില്ലേ? മുൻ ഭാര്യ എക്സ് വൈഫ് എന്ന് കൊടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു ക്ലിയർ കാര്യം. ഫിലിപ്പ് മമ്പാടിനെ കുടുംബവും കൈവിട്ടോ, ഭാര്യയുടെ പ്രതികരണം. ഓക്കെ, ഭാര്യ എന്ന് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നാട്ടിൽ മലപ്പുറത്തൊക്കെ ഉള്ള പോലീസുകാരുടെ ഇടയിലാണെങ്കിലും ഇല്ലെങ്കിൽ ഫിലിപ്പ് മമ്പാട് എവിടെയൊക്കെ ജോലി സംബന്ധമായിട്ട്, അത് മോട്ടിവേഷൻ ജോലിയാണെങ്കിലും അല്ലെങ്കിൽ പോലീസ് ജോലിയാണെങ്കിലും വോട്ടവർ, ഇത് സംബന്ധമായിട്ട് ഈ ഇത്രയും വർഷത്തിനിടയിൽ ഈ മലപ്പുറം സർക്കിളിൽ കറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്തൊക്കെ ഇവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങളും ഇവരുടെ ഭാര്യ ഭർത്തൃ ജീവിതം എന്തായിരുന്നു, അല്ലെങ്കിൽ അതിപ്പോഴത്തെ എന്താണ് അവസ്ഥ, കറന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയുന്നവരെയൊക്കെ നിങ്ങൾ പറ്റിച്ചോ? ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞ് നിങ്ങൾ പറ്റിച്ചോ? അതോ നിങ്ങൾ ഡിവോഴ്സ് ആയിട്ട് ഇപ്പം അത് ഈ ഒരു കേസ് വന്നപ്പോൾ അല്ല ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ സെപ്പറേറ്റഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കേസിന് വേണ്ടി മീഡിയയുടെ മുന്നിൽ ബാക്കി നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി വന്നതാണോ? നിങ്ങൾ ഏത് വഴിക്കാണ് നാട്ടുകാരെ പറ്റിച്ചതെന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക് പേഴ്സണലി. കാരണം നാട്ടുകാരുടെ മുന്നിൽ ഡിവോഴ്സായി, അല്ലെങ്കിൽ ഇന്ന വർഷം ഇന്ന തീയതിയിൽ ഡിവോഴ്സായി, പേര് മാറ്റി. ഇവർ പേര് മാറ്റി. ഫിലിപ്പ് മമ്പാടിൻ്റെ എക്സ് വൈഫ് ഈ പറഞ്ഞ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അന്ന് നാട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ ചെയ്തതാണോ, ഭാര്യയും ഭർത്താവും കൂടി? അതോ നിങ്ങൾ ജെന്യുവനായിട്ട് ഡിവോഴ്സായിട്ട് ഇപ്പോൾ ഈ എക്സ് ഹസ്ബൻഡ് കുടുങ്ങിയപ്പോൾ നിങ്ങൾ വന്നതാണോ? അങ്ങനെ കുറച്ച് ക്ലാരിറ്റി ഒക്കെ അത്യാവശ്യം അറിയുന്നവർക്കെങ്കിലും, നിങ്ങളെ പേഴ്സണലി അറിയുന്നവർക്കെങ്കിലും നിങ്ങൾ കൊടുത്താൽ നന്നായിരിക്കും എന്നുള്ളത് ഞാൻ പറയുന്നു. എന്താണെങ്കിലും നമുക്ക് ഈ ന്യൂസിൽ ഇവരെന്താ പറഞ്ഞതെന്നുള്ളത് 1 by 1 ആയിട്ട് നോക്കാം. മുൻ പോലീസുകാരൻ ഫിലിപ്പ് മമ്പാടിൻ്റെ അറസ്റ്റിനെ തുടർന്ന് വലിയ പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം കൂടെയില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ്, അത്തരത്തിൽ പലവിധ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇസ എന്ന ഡോളി, മകൾ അമേയ, ഒപ്പം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഇസ എന്ന ഡോളി. അത് ശരി, ഇസ എന്ന ഡോളിയോ? മലയാളികൾക്ക് ഇവർ വന്ന റിയാലിറ്റി ഷോ അന്ന് മുതൽ ഇവരുടെ പേരറിയുന്നത് എന്താ? ഡോളി ഫിലിപ്പ്. മനസ്സിലായോ? ഡോളി ഫിലിപ്പാണ് ഇവരുടെ പേരെല്ലാവർക്കും അറിയുന്നത്. ഇസ എന്ന ഡോളി എന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ പേര് മാറിപ്പോയേ? അതെന്താ ന്യൂസ് 18 റിപ്പോർട്ടർ അങ്ങനെ പറഞ്ഞേ? ഇപ്പം ന്യൂസ് 18 റിപ്പോർട്ടർ ഇത് കാര്യമായി അന്വേഷിച്ചിട്ട് തന്നെയാണ് പോയത്, അല്ലെങ്കിൽ അവിടെ എത്തിയപ്പോൾ എസ്സ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പേരെന്ന് ഇവർ പറഞ്ഞു കൊടുത്ത് കാണും. ഓക്കെ, എന്താണെങ്കിലും പണ്ടത്തെ പേര് ഇനിയിപ്പോൾ എസ്സ എന്നാണോന്ന് അറിയില്ല. പള്ളിയിലൊക്കെ ഇതങ്ങനെയാണല്ലോ, ക്രിസ്ത്യൻസിൻ്റെ പള്ളിയിലൊരു പേര്, ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൽ വേറൊരു പേര്, അല്ലെങ്കിൽ അവർ വിളിക്കുന്ന വേറൊരു പേര്, പല രീതിയിലായിരിക്കും ഇത്. ഇപ്പോൾ മലയാളികൾ എല്ലാവരും കണ്ട റിയാലിറ്റി ഷോയിൽ ഇവരുടെ പേര് ഇങ്ങനെയും പള്ളിയിലെ പേര് എസ്സ എന്നാണെന്നുണ്ടെങ്കിലോ. എന്താണെങ്കിലും ഇവരുടെ ഫേസ്ബുക്കിൽ പേര് കൊടുത്തിട്ടുള്ളത് എസ്സ ഡോള എന്നാണ്. എസ്സ ഡോള, ഡോളിയല്ല, എസ്സ ഡോള. ഓക്കെ, അപ്പോൾ അവിടെയും എസ്സ ഡോളയാണ്. നിങ്ങൾ ആരാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. ഓക്കെ, കുഴപ്പമില്ല, കാരണം അങ്ങനെ ഒരു കൺഫ്യൂഷൻ തീർക്കേണ്ടത് നിങ്ങളാണ്. നമുക്കിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെന്നല്ലേ പറയാൻ പറ്റുമോ? അത് തീർക്കേണ്ടതൊക്കെ നിങ്ങളാണ്. നിങ്ങൾ തീർക്കാതിരിക്കുക. ബട്ട് ഞാൻ പറഞ്ഞത് ന്യൂസ് 18 റിപ്പോർട്ടർ അങ്ങനെ അങ്ങോട്ട് അത് സ്ട്രെസ് ചെയ്ത് ചുമ്മാ പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കത് അത്ര കൺവിൻസിങ് അല്ല. അങ്ങനെ ചുമ്മാ വന്നിരുന്നിട്ട് ഇപ്പോൾ എസ്സ എന്ന ഡോളി എന്ന് പറയും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡോളി ഫിലിപ്പ് എസ്സ ഡോള ആയ ഒരു സ്റ്റോറി ഉണ്ട്. എന്നാലും ഇതൊന്നും ഇപ്പോൾ ഇവിടെ റെലവൻ്റ് ആയിരിക്കും ചിലപ്പോൾ ഫെർദർ ആയിട്ട്. ഇനി ഇവർ ഏതെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഈ ഒരു വൈറ്റ് വാഷിങ്ങിൻ്റെ ഭാഗമായിട്ട്
കുറച്ച് പരിപാടികൾ വരാൻ ചാൻസ് ഉണ്ട്. ഇരയായ വ്യക്തിക്ക്, ആ കുട്ടിക്കും കുട്ടിയുടെ ഫാമിലിക്കും മാത്രമാണല്ലോ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനും സംസാരിക്കാനൊക്കെ പലതും ഫേസ് ചെയ്യാനൊക്കെ അവർക്കാണ് ശരിക്കും പേടി. ഈ പ്രതിയായ വ്യക്തി അല്ലെങ്കിൽ പ്രതിയുടെ വീട്ടുകാർക്കും പ്രതിക്കുവാണെങ്കിലും ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമ്മൾ കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടാണ്. നാളെ ഫിലിപ്പ് മമ്പാടിനും അങ്ങനെ ഒരു ചാൻസ് കിട്ടും. ബട്ട് ഈ വിക്ടിമിന് എവിടെയാണ് ഒരു ചാൻസ് ഉള്ളത്? അപ്പോൾ അതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും പേരിലൊരു സംശയം ഉണ്ട് എന്നുള്ളപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സംശയമുണ്ട്. ഓക്കെ, അടുത്ത കാണാം. വലിയ പ്രചാരണങ്ങളാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ. കുടുംബം കൂടെയുണ്ട് എന്ന് തന്നെ ഒരു വലിയ സന്ദേശമാണോ നൽകുന്നത്? അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഈ കേസ് നിയമപരമായിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഇപ്പം ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. മാഡം, നിങ്ങളാരും തളർത്തുന്നില്ല. നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് കാരണം തളർന്നിരിക്കുന്ന ഒരു 16 വയസ്സുള്ള കുട്ടിയും ആ കുട്ടിയുടെ വീട്ടുകാരും ഒരുപാട് പേരുണ്ട് അവിടെ. ആ കുട്ടി തന്നെ ഭയങ്കര ഒരു വിഷയത്തിലൂടെയാണ് കടന്നു പോവുക. മനസ്സിലായോ? അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഈ 10-23 വർഷം ഒപ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ മാഡം ഒരുപാട് ചോദ്യങ്ങളില്ലേ? ഇപ്പം എനിക്ക് ഈ ഒരു ന്യൂസ് 18 ന്യൂസ് തന്നെ ഒരുമാതിരി എന്താ പറയുക, ഗൂഢാലോചന നടത്തി നാട്ടുകാരുടെ മുന്നിലേക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇയാളെ വെളുപ്പിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തൊരു സാധനം പോലെ തോന്നുന്നത്. ഞാൻ പറയുമ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ കൊള്ളാം പോലീസുകാർ. കാരണം ഇവർ പറയുന്ന 10-23 വർഷം ഒപ്പാണ്, ഇപ്പോഴും ഒപ്പാണെന്നാണ് പറയുന്നത്. മാഡം, നിങ്ങൾ വീട്ടിലുള്ളപ്പോഴാണോ ഈ 16 വയസ്സുള്ള കുട്ടിയെ ഫിലിപ്പ് മമ്പാട് വീട്ടിലേക്ക് കൊണ്ടുവന്നത്? ആ ചോദ്യത്തിന് മാഡത്തിന് ഉത്തരവുണ്ടോ? ആ ചോദ്യം എന്താണെങ്കിലും ന്യൂസ് 18 റിപ്പോർട്ടർ മാഡത്തിനോട് ചോദിച്ചിട്ടില്ല, മാഡമായിട്ട് പറയുന്നുമില്ല. മാഡം പറയുന്നത് ഇത്രയും വർഷമായിട്ട് ഒപ്പം ഉണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ 16 വയസ്സുള്ള കുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് മാഡം ആ വീട്ടിലുണ്ടായിരുന്നോ? ഈ കുട്ടി വന്ന് നിൽക്കുന്ന കാര്യം മാഡത്തിൻ്റെ അറിവിലുണ്ടായിരുന്നോ? മാഡത്തിൻ്റെ അറിവോട് കൂടിയാണോ ഈ കുട്ടിയെ ഈ വ്യക്തി കൊണ്ടുവന്നേ? അതോ മാഡം ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ കുറച്ചുകൂടെ മുന്നിൽ പോകുമ്പോൾ പറയുന്നുണ്ട് ഈ ന്യൂസിൽ, ബിസിനസ്സിന് വേണ്ടി പോയി വരാറാണ് വീട്ടിൽ, എപ്പോഴും അങ്ങനെ വീട്ടിലിരിക്കാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു 2024 മുതൽ നിങ്ങൾ ആ വീട്ടിലില്ല എന്നുള്ളത് നിങ്ങളെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്ക് പറയാം. ഓക്കെ, നിങ്ങൾ എവിടെയാ, എന്ത് ബിസിനസ്സാ കാര്യങ്ങളാന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറയണം. നമ്മൾ പറയും, ഞാൻ പറയില്ല എസ്പെഷ്യലി, കാരണം ഹിയേഴ്സയാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇവിടെ എന്താണ്, നിങ്ങൾ മീഡിയയുടെ മുന്നിൽ പറഞ്ഞ ഈ 23-24 വർഷം ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ അറിവിലുണ്ടായിരുന്നു ഈ കുട്ടി ആ വീട്ടിലേക്ക് വരുന്നത്, ആ കുട്ടിയെ ഈ ഫിലിപ്പ് മമ്പാട് ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? കൊണ്ടുവന്നു, അതിനുശേഷം കാഞ്ഞങ്ങാട് കൊണ്ടുപോയി പരിപാടി അറ്റൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇയാൾ വൃത്തികേട് ചെയ്തു, തിരിച്ചാ കുട്ടിയെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്താണെങ്കിലും ഇത്രയും ദിവസം നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നോ? നിങ്ങൾ വീട്ടിൽ മാറി നിന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ കാരണം? അല്ലെങ്കിൽ ഈ കുട്ടി വന്നത് നിങ്ങൾക്ക് അറിയുമായിരുന്നു, പോയത് നിങ്ങൾക്ക് അറിയുമായിരുന്നു? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മാഡം നിങ്ങളുടെ ഈ ഒരു ന്യൂസ് ബൈറ്റിൽ നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് തിരിച്ചു ചോദിക്കാനുണ്ട്. നമ്മളിപ്പോൾ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ട് നാസർ വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനിയിപ്പോൾ പറയാനില്ല. കുടുംബം കൂടെയുണ്ട്, കുടുംബം കൂടെയുണ്ട്, കുടുംബം പപ്പയുടെ കൂടെയാണ്, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. മറ്റ് പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ എന്താ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കെന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കുക മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇപ്പോൾ അതിപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ മോളെ, കോടതിയുടെ മുന്നിൽ മോളും മോളുടെ അമ്മയും ഫിലിപ്പിൻ്റെ എക്സ് വൈഫായിട്ടുള്ള ഡോളി ഇവരെല്ലാവരും കൂടി നിങ്ങൾക്ക് മാത്രം അറിയുന്ന സത്യങ്ങൾ നിങ്ങൾ കൃത്യമായി വക്കീലിൻ്റെ അടുത്ത് കൊടുത്ത് നിങ്ങൾ ആ കാര്യം തെളിയിക്കേണ്ട പ്രോസസ്സുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ, അതിലൊന്നും തെറ്റില്ല. പക്ഷെ അവിടെയും മോളടക്കമുള്ളവർ ചിന്തിക്കേണ്ട എന്താ അറിയോ? മോളുടെ അച്ഛനായിരിക്കാം, എല്ലാം ശരിയാണ്. ഇവിടെ സൊസൈറ്റിയിൽ ഇതുപോലൊരവസ്ഥ ആ കുട്ടിക്ക് ഉണ്ടായിട്ട് അപ്പോൾ ആ കുട്ടിയെ നിങ്ങളൊന്ന് ആരെങ്കിലും കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ കുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചാൽ, പണത്തിൻ്റെ മുകളിലും സ്വാധീനങ്ങൾക്ക് മുകളിലും ചില ലൈക്ക് പേഴ്സണൽ റിലേഷൻ, അച്ഛൻ അമ്മ അല്ലെങ്കിൽ മകൻ കുട്ടി എന്നുള്ളതിൻ്റെയൊക്കെ മുകളിൽ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു,
അല്ലെങ്കിൽ അയാൾ തെറ്റുകാരനാണ്, അയാൾ കണ്ടിന്യൂസ്ലി തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ കുറേ വോയിസ് നോട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും എടുത്ത് വെക്കുന്നില്ല, വെച്ചിട്ടുമില്ല, അത് വെക്കേണ്ട കാര്യമില്ല. ബട്ട് കണ്ടിന്യൂസ്ലി ഇതേപോലെ തെറ്റ് ആവർത്തിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ സ്വന്തം അച്ഛനാണെങ്കിലും മകനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെന്നുണ്ടെങ്കിലും മാമനാണെങ്കിലും മാമിയാണെന്നുണ്ടെങ്കിലും അത് കറക്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. അവിടെയാണ് നമ്മൾ അവർക്ക് ഒരു സപ്പോർട്ടാവേണ്ടത്. അല്ലാതെ അവർ ചെയ്യുന്ന എല്ലാ വിഷയത്തിലും അവരെ സപ്പോർട്ടായി അവരതൊന്ന് രക്ഷിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഓക്കെ വോട്ടെവർ, അതൊക്കെ നിങ്ങൾ ചെയ്യുക. എന്തായാലും നിങ്ങളതാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി വക്കീൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വക്കീൽ പറഞ്ഞതിലേക്കൊന്ന് പോകാം. പ്രധാനമായിട്ടും എനിക്കും ഈ കുടുംബം കൂടെയില്ല എന്നുള്ള വ്യാപകമായ പ്രചരണം കാണുന്നു. അത് തെറ്റാണെന്നുള്ളതാണ് എനിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഇപ്പം നമുക്ക് ഈ കേസിൻ്റെ തുടക്കം തൊട്ട് ഇതിൻ്റെ നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുടുംബം, പ്രത്യേകിച്ച് ഭാര്യയും മക്കളും തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളതും. ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും കുടുംബമാണ്. അപ്പോൾ അവർ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രതിയുടെ ആരോപിക്കപ്പെടുന്ന കുറ്റം അത് നിരപരാധിത്വം കോടതി മുമ്പാകെ തെളിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമപരമായി നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വക്കീലിൻ്റെ പണി കൃത്യമായിട്ട് എടുക്കണം. ഓക്കെ, അത് കോടതിയിൽ എടുക്കണം. വക്കീലും വന്നിരുന്ന് ഈ ഒരു ന്യൂസ് ബൈറ്റിൻ്റെ ആ ഒരു സാധനം സെറ്റ് ചെയ്തത് അത് നിങ്ങളൊന്ന് നോക്ക്. ഇവിടെ ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് കറൻലി ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഡോളിയെ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം മകൾ. അതായത് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്ന സമയത്ത് പേഴ്സണൽ ലൈഫിൽ ഇയാൾ അറിയുന്ന എല്ലാവർക്കും ഇവരുടെ ഇഷ്യൂസ് അറിയാം, ഇവരുടെ സെപ്പറേഷൻ അറിയാം. അപ്പോൾ അത് ശരിക്കും എന്താ പറയുക, അത് ഇല്ല, അല്ലെങ്കിൽ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്, ഇയാളുടെ ഫാമിലി ഇയാൾ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഇവരൊക്കെ സപ്പോർട്ടാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ആരാണോ കേസ് കൊടുത്തത് അവരൊരുമാതിരി കടന്നാക്രമിക്കുന്ന രീതിയിൽ സൊസൈറ്റിയിൽ ഒരു മെൻറ്റാലിറ്റി വരും എന്നുള്ളത് ഇതൊരു തരം ഒരു പോയ്സൺ കുത്തിവെക്കലാണ്. അതിനൊരു സ്റ്റേജ് സെറ്റാക്കി, അതിനൊരു ന്യൂസിൻ്റെ ഒരു സാധനം സെറ്റാക്കി അതിനകത്തേക്ക് ഇവരെ കൊണ്ടുവന്ന് വെച്ച് ഇപ്പോൾ വക്കീൽ ശരിക്കും എന്താ കേസിനെ കുറിച്ചാണ് പറയേണ്ടത്. അതിന് പകരം വക്കീൽ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാമിലി ഇല്ല, കുടുംബമില്ല എന്ന് പറഞ്ഞതാണല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ. ഇപ്പോൾ കുടുംബമുണ്ട്, എൻ്റെ അടുത്ത് കുടുംബമാണ് കൊണ്ടുവന്നത്. ഇവിടെ അതാണ് സ്ട്രെസ് ചെയ്യുന്നത്. ഈ എൻറ്റയർ ന്യൂസിൽ ഇന്നലെ സ്ട്രെസ് ചെയ്യുന്നത് എന്താ, കുടുംബം കൂടെയുണ്ട്. ഈ സാധനം എത്തിക്കണം, മനസ്സിലായില്ലേ? അതായത് ഇയാളുടെ പല മോട്ടിവേഷൻ സ്പീക്കിങ്ങിൻ്റെ ഇടയിലും ഇയാൾ പറഞ്ഞത് അമ്മ വലുത്, ഭാര്യ വലുത്, കുടുംബം വലുത്. എന്നാൽ താറുമാറായി കിടക്കുന്ന സ്വന്തം കുടുംബം എന്ത് എന്നുള്ളൊരു ചോദ്യം ആണ് നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ടായത്. എന്നിട്ട് എന്ത് മോട്ടിവേഷനാണ് ഇയാൾ കൊടുക്കണേ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചോദ്യത്തിനെ കട്ട് ചെയ്യാൻ ഈ കേസിന് കോടതിയിലാണ് ഇതിൻ്റെ മെറിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു ഡിബേറ്റ് POV അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതുക്ക് മുകളിൽ ഒരു ഡ്രാമ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഈ കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മകളുണ്ട്, ഈ സാധനം സെറ്റ് ചെയ്യുന്ന ഒരു തരം നാടകം പോലെ ആയിപ്പോയല്ലോ ന്യൂസ് എന്നുള്ളത് ആലോചിക്കുമ്പോഴല്ലോ സത്യത്തിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഗൈസ്? ദേ ക്യാൻ പർച്ചേസ് എനി വൺ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വറും അല്ലെങ്കിൽ ഈ ഒരു ബെൽറ്റ് ഉണ്ട്. ഇത് ഈ ഷിംജിത ദീപക് കേസ് വന്ന സമയത്ത് ഇവർക്കൊരു ഭയങ്കര വിസിബിലിറ്റിയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് വന്നിട്ടുണ്ട്. അത് രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളിലൂടെ അവർ അണ്ടർ കൂടി കടത്തിയ കുറേ ഐറ്റങ്ങളുണ്ട് ഈ ദീപക് വിഷയത്തിൽ. സംഗതി ദീപക് എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ കണ്ട വീഡിയോ വെച്ചും നമ്മൾ അയാളുടെ മാനസികാവസ്ഥയിൽ കണക്റ്റായും ഷിംജിത ചെയ്ത തെറ്റിനെയായിട്ട് നമ്മൾ കണക്ട് ആയതുകൊണ്ടാണ് പൊതുസമൂഹം ദീപക്കിൻ്റെ കൂടെ നിന്നത്. അല്ലാതെ രാഹുൽ ഈശ്വർ വന്ന് പൊതുസമൂഹത്തിൻ്റെ മൈൻഡ് മൊത്തം ദീപക്കിന് സപ്പോർട്ടാക്കി തിരിച്ചു മാറ്റിയതൊന്നുമല്ല. അങ്ങനെ പോസിറ്റീവായിട്ട് ദീപക്കിന് നിൽക്കുന്ന ഒരു ഗ്രൗണ്ട് സപ്പോർട്ടിനെ ഇയാൾ വന്ന് ഇയാളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ഡയലോഗ് അടിച്ച് മെൻ കമ്മീഷൻ വേണം, ഇവിടെ എല്ലാ ആണുങ്ങൾക്കും ഇത് സംഭവിക്കുന്നു എന്നുള്ള ഒരു നറേറ്റീവും കൊണ്ടുവന്ന് ആ കയ്യടിയും മേടിച്ച് ഇയാൾ മാറിയിരുന്നതാണ്. എന്നിട്ട് ഫിലിപ്പ് മമ്പാടിനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഇങ്ങനെയുള്ള സ്ഥിരം പ്രിഡേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അവരെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി എൻറ്റയർ സിസ്റ്റത്തിന് ഇയാൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളികളായിട്ടുള്ള സോഷ്യൽ മീഡിയ കാണുന്ന ഓരോ വ്യക്തികളും അത് തിരിച്ചറിയേണ്ട സമയമായിട്ട് അതൊരു ഡേഞ്ചർ ഉണ്ട് അതിനകത്ത്. മനസ്സിലായി? നമുക്ക് ഓരോ കേസും ഓരോ രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാതെ ആണുങ്ങൾ പെടുന്ന എല്ലാ കേസും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകരുത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പെടുന്ന കേസുകളുടെ മെറിറ്റ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മൾ ഓരോ സാധനത്തിനും അപ്രോച്ച് ചെയ്യാൻ. എന്താണെങ്കിലും ബാക്കി കേൾക്കാം.
എല്ലാ പ്രചാരണങ്ങളും നടക്കുന്നത് താങ്കൾ ഫിലിപ്പ് സാറിൻ്റെ കൂടെയല്ല, വേറെയാണ് താമസിക്കുന്നത്, വീട്ടിലാരുമില്ല, അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിൻ്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അതിപ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും, അത് സ്വാഭാവികമല്ലേ. കുടുംബത്തിൽ പ്രശ്നമില്ലെങ്കിൽ കുടുംബം ഇല്ല, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഈ കേസ് ആസൂത്രിതമാണ് അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ട് പരാതിയെ കുറിച്ച്? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേസ് നടക്കട്ടെ. ഓക്കെ, അവർക്ക് തോന്നുന്നുണ്ട് കേസ് എന്തായാലും നടക്കട്ടെ. ആസൂത്രിതമാണോ തോന്നുന്നുണ്ടോ? എല്ലാ കുടുംബങ്ങളിലും പ്രശ്നം കാണും. പിന്നെ ഇവർക്ക് ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇവർ പോയി വരും. ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ദുബായിലോ അല്ലെങ്കിൽ വേറെ രാജ്യത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1-2 വർഷമൊക്കെ മാറിയിരിക്കേണ്ടി വരും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും. ഇത് ഒരേ നാട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് കുറച്ച് ഫ്യൂ ഹവേഴ്സ് മാത്രം ട്രാവൽ ചെയ്യാനുള്ള ഒരു സ്ഥലത്ത് വർഷങ്ങളോളൊക്കെ മാറിയിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ എനിക്കറിയില്ല. ഇതിൽ കുറേ ചോദ്യങ്ങൾ ഡോള നേരിടേണ്ടി വരും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡെഫിനറ്റ്ലി ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തു, അപ്പോൾ നിങ്ങളെ ഞാൻ സോഷ്യൽ മീഡിയ വഴി ഹരാസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കേസൊക്കെ കൊടുക്കാട്ടോ. ഒരു വിഷയമുള്ള കാര്യമില്ല. കാരണം അങ്ങനെ കേസ് കൊടുത്താലെങ്കിലും പോലീസ് ഇതൊന്ന് അന്വേഷിക്കുമല്ലോ. ഇവർ ഡിവോഴ്സ്ഡ് ആണോ, എപ്പോൾ ഡിവോഴ്സ്ഡ് ആയി, ഇപ്പോൾ ഇവർ ആരുടെ കൂടെ താമസിക്കുന്നു, എന്താണ് ബിസിനസ്, അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസിനകത്തുള്ള ഗൂഢാലോചന എന്തായിരുന്നു, ഇതാര് പ്ലാൻ ചെയ്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് അന്വേഷിക്കാമല്ലോ. കുറച്ചും കൂടി ഈസി ആവും അപ്പോൾ കാര്യങ്ങൾ. മാഡം എന്തറിയോ, ലൈക്ക് ഡോള നിങ്ങൾ കേൾക്കുന്നോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സം പോയിന്റ് ഓക്കെ, നമ്മളെടുത്ത തീരുമാനവും നമ്മളെ സ്റ്റാൻഡും നമ്മൾ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. അത് വേറെ ആരുടെങ്കിലും ഇൻഫ്ലുവൻസിലോ അല്ലെങ്കിൽ വേറെ കുറച്ച് ഫാക്ടേഴ്സിൻ്റെ മുകളിലോ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു താല്പര്യത്തിൻ്റെ മുകളിലോ അത് മാറ്റി പറഞ്ഞു അതിൽ നിന്ന് മാറിയും വേരിയേഷൻ വന്നിട്ടൊക്കെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ലോകത്ത് തന്നെ ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഇത്രയും വീഡിയോസ് വന്നിടുന്നു. ഞാൻ ഇതിന് നേരെ വിപരീതമായിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ കമൻറ്റ് ബോക്സിലും എൻ്റെ നാട്ടിലെ ചുറ്റുപാടിലും വേറെ എന്തെങ്കിലുമൊക്കെ എന്നെക്കുറിച്ച് പറയുന്നത് ഡെഫിനറ്റ്ലി പുറത്തു വരും. എനിക്ക് അങ്ങനത്തെ ഒരു ഡ്വൽ ഫേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാർ പറയും. അപ്പം മാഡം വന്നിരുന്നു ഇത് ആരുടെ പ്രേരണ മൂലമാണ് അല്ലെങ്കിൽ എന്തിൻ്റെ പ്രേരണ മൂലമാണ് നിങ്ങൾ ഈ വന്നിരുന്നിട്ട് ഞാനിപ്പോഴും വൈഫാണ്, ഞാനിപ്പോഴും കൂടെ ഉണ്ട്, ഞാൻ ബിസിനസ്സിന് വേണ്ടി മാത്രമേ പോയി വരൂ എന്ന് പറയുന്ന ഡോളി ഫിലിപ്പ്, അത് കാണുന്ന ആളുകൾ ഭയങ്കര ഞെട്ടിപ്പോയിട്ടുണ്ടെന്നല്ലേ. ഒരുപാട് പേര് ഞെട്ടിയിട്ടുണ്ട് മാഡം. ആ ഞെട്ടലൊക്കെ കമൻറ്റ് ബോക്സിൽ അടിയിൽ കാണുന്നുണ്ട്. അല്ല, ഈ രാഹുൽ ഈശ്വറൊക്കെയാണല്ലോ കമൻറ്റ് ബോക്സ് നോക്കാൻ പറയല്. അപ്പോൾ രാഹുൽ ഈശ്വർ നോട്ട് ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, നല്ല നറേറ്റീവ് സെറ്റാക്കി കൊണ്ടുവന്നതാണ്. അതേകാലം മുന്നോട്ട് പോകുന്നില്ല. ഇനി സെബാൻ വർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, ഈ വ്യക്തി ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. ഇയാളൊരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. ഈ വ്യക്തി ഈ ഒരു ന്യൂസ് കണ്ടതിന് ശേഷം ബൈ ദ വേ ഡോളയുടെ വേറൊരു കാര്യം പറയാം, അതായത് ഡോളി ഫിലിപ്പിൻ്റെ വേറൊരു കാര്യം പറയാം. ഇവരുടെ പ്രൊഫൈൽ പ്രൈവറ്റ് പ്രൊഫൈലാണ്, പക്ഷേ ഇവരുടെയൊക്കെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഇവരുടെ പേഴ്സണൽ സർക്കിളിലുള്ള ആളുകൾ കണ്ട ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ ഓടെ ഞാൻ വെക്കുന്നില്ല, പക്ഷേ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, അവരെനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഫിലിപ്പ് മമ്പാട് അറസ്റ്റ് ആവുന്ന ആ ദിവസം, ആ മണിക്കൂറുകളിൽ മാഡം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തൊരു ഫോട്ടോ നിങ്ങളുടെ പ്രൊഫൈലുണ്ടായിരുന്നു. ഓക്കെ, അത് അന്ന് കണ്ട ആളുകൾ അവർ നിങ്ങളുടെ നിങ്ങൾ സെപ്പറേറ്റഡ് ആവുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ സെപ്പറേഷൻ, ഇതൊക്കെ അറിയുന്ന ആളുകൾക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ ഫിലിപ്പ് മമ്പാട് അപ്പോൾ ഇത്രയും ക്രൂരനായിട്ടുള്ള വ്യക്തി ഇതായപ്പോൾ ഭാര്യയ്ക്ക് ഇപ്പോൾ ഒരു നീതി കിട്ടി എന്നുള്ള രീതിക്ക് അവരത് കണ്ടു. പക്ഷെ നിങ്ങളിപ്പോൾ വന്ന് നിൽക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്ത് നാടകം എന്നവർ വിചാരിച്ചു പോവാണ്. കാരണം ഫിലിപ്പ് മമ്പാട് അറസ്റ്റ് ആവുന്ന മണിക്കൂറുകളിൽ ആ ദിവസത്തിൽ ഇവർ അപ്ഡേറ്റ് ചെയ്ത ഫോട്ടോ അങ്ങനെ നല്ല ചിരിച്ച് ഐ അച്ചീവ്ഡ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഫോട്ടോ ഞാൻ എന്തായാലും ഇവിടെ ഇടുന്നില്ല. ഓക്കെ, അത് ഇവിടെ ഞാൻ വെക്കുന്നില്ല. ഫോട്ടോ ഐ ഹാവ്, പക്ഷേ ഞാൻ വെക്കുന്നില്ല. പക്ഷെ അത് കണ്ടവർക്കറിയാം. ആ ഫോട്ടോ അന്നവർ അപ്ഡേറ്റ് ആക്കി ആ മണിക്കൂറുകളിൽ അത് കണ്ടവർക്കറിയാം ആ ഫോട്ടോയുടെ അർത്ഥം എന്താണെന്നുള്ളത്. കാണുന്നവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ചു. ഇത്രയും കരഞ്ഞ് പോലീസ് സ്റ്റേഷനിലും വക്കീലിൻ്റെ അടുത്തും വന്ന് നിൽക്കുന്ന ഭാര്യ ഭർത്താവ് അകത്താവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭർത്താവിന് ഒരാൾ കള്ളക്കേസ് കൊടുക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഇങ്ങനെയുള്ള ചിരിച്ച ഫോട്ടോ ഇട്ട് നിൽക്കുമോ? അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ സെബാൻ വർക്കി ചെയ്ത വീഡിയോയിലേക്കൊന്ന് പോവാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സെബാസ്റ്റ്യൻ വർക്കി. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്
ഇതിനപ്പുറത്തേക്കുള്ള മറ്റ് ചില സത്യങ്ങളാണ്. ഞാൻ നേരിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. പച്ചക്കള്ളം അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങള് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇസ്ര ഡോളി എന്ന് പറയുന്ന ഈ സ്ത്രീ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് കൃത്യമായിട്ട് പോലീസിനെ അന്വേഷിച്ചാൽ മനസ്സിലാവും. കാരണം ഇവർ വിവാഹിതരായത് 2002-ലാണ്. അതിനുശേഷം 2020 ഓഗസ്റ്റ് മാസം മുതൽ ഇവർ സെപ്പറേറ്റഡ് ആണ്. അത് ഒഫീഷ്യൽ രേഖകൾ പോലീസ് പരിശോധിച്ചാൽ അത് മനസ്സിലാവും. പിന്നെ ഇവര് ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. വിവാഹമോചിതരായവർ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് നിയമമില്ല. ഇവർ വിവാഹമോചനം നേടിയിട്ടുള്ളവരാണ് ഇവർ രണ്ടുപേരും. അപ്പോ ഇവർ വിവാഹമോചനം നേടിയത് 2024 സെപ്റ്റംബർ മാസത്തിലാണ്. ഈ സെപ്റ്റംബർ മാസത്തിൽ വിവാഹമോചനം നേടിയതിനു ശേഷം ഇപ്പോൾ ഇത്രയും കാലം കൂടെ ഇല്ലായിരുന്ന ഈ സ്ത്രീ ഇന്ന് വന്നിട്ട് പറയുന്നു അവർ ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്ന്. പ്രധാനമായിട്ടും എനിക്കും ഈ കുടുംബം കൂടെയില്ല എന്നുള്ള വ്യാപകമായ പ്രചരണം കാണുന്നു. അത് തെറ്റാണെന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഈ വക്കീൽ പറയുന്നത് പച്ചക്കള്ളമാണ്, 100% പച്ചക്കള്ളമാണ്. കുടുംബം കൂടെ ഇല്ല എന്ന് ജനം പറയുന്നു. അതാണ് സത്യം. കുടുംബം കൂടെ ഉണ്ടായിരുന്നില്ല. ഏതാനും ഈ പറഞ്ഞ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ അറിവ് വെച്ച് കൃത്യമായിട്ട് എന്റെ അറിവിൽ കിട്ടിയത് ഈ ഫിലിപ്പ് മമ്പാട് അറസ്റ്റിലായതിനു ശേഷമാണ് ഈ സ്ത്രീ ആ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ഈ ഫിലിപ്പ് മമ്പാടും ഈ പറയുന്ന സ്ത്രീയും കൂടി ചേർന്നുള്ള ഒരു വലിയ ഡ്രാമയല്ലേ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്ത്രീ ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ബിസിനസ് എന്താണെന്ന് ശരിക്കും പോലീസ് ഒന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചു കഴിയുമ്പോൾ സമൂഹം അന്തം വിട്ടുപോകുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. ഈ സ്ത്രീ മറ്റൊരു പുരുഷന്റെ ജീവിതം കൂടെ തകർത്തിട്ടല്ലേ ഇപ്പൊ ഈ ഡ്രാമ ഈ ഒരു വീഡിയോ ചെയ്തത് എന്ന് ഞാൻ ചോദിക്കട്ടെ. അല്ലെന്ന് പറയാൻ പറ്റുമോ? ആ മകൾക്ക് പറയാൻ പറ്റുമോ? ഈ സ്ത്രീ ബിസിനസ് എന്ന് പറഞ്ഞ് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാണ് ഫിലിപ്പിന്റെ അടുത്ത് പോയിട്ടുള്ളതെങ്കിൽ അത് സത്യമാണ് എന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ സെബാസ്റ്റ്യൻ വർക്കി, ഓക്കെ, ഇയാളുടെ ഫേസ്ബുക്ക് നെയിം സെബാൻ വർക്കി എന്നാണ്. ഈ വ്യക്തി വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിലിപ്പ് മമ്പാടിന് ഭാര്യ ഡോളിയെ, ഡോളയൊക്കെ അറിയുന്ന ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. ഓക്കെ, കാരണം നിങ്ങളൊരു എന്താ പറയുക, സോഷ്യൽ മീഡിയയുടെ ബൂം ഫേസിൽ ഒരു വലിയ റിയാലിറ്റി ഷോയിൽ വന്ന് അവിടുന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാർഡും ഒക്കെ ആയിട്ട് പോയ ആളുകളാണ്. സോ ആഫ്റ്റർ ദാറ്റ് നിങ്ങളുടെ ലൈഫ് തന്നെ ഭയങ്കര പ്രൈവറ്റ് ആയിരുന്നു, ഭയങ്കര പബ്ലിക് ആയിരുന്നു. ആൻഡ് ഇയാളൊരു പോലീസ് ഓഫീസർ ആയിരുന്നു. പിന്നെ അതിനിടയിലും ഇയാൾ മോട്ടിവേഷൻ പരിപാടികൾ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. സോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അറിയാവുന്ന ഓരോ വ്യക്തികളും ഉണ്ട് മാഡം ഇവിടെ. ഡോളി ഫിലിപ്പ്, ഡോള ജോസഫ്. നിങ്ങളിപ്പോൾ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങളെ കുറച്ചധികം കാലമായിട്ട് അറിയാവുന്ന, നിങ്ങളുടെ ബിസിനസ്സോ നിങ്ങളിപ്പോൾ താമസിക്കുന്ന എവിടെയാണ്, ആരുടെ കൂടെയാണെന്നൊക്കെ അറിയാവുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര ഞെട്ടലായിരിക്കും മാഡം. നിങ്ങളത് ക്ലാരിറ്റിയിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇല്ല. ഞാൻ ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാര്യ തന്നെയാണ്, ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, എയറിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഫിലിപ്പ് മമ്പാട് VRS എടുത്ത് പിരിഞ്ഞത് തന്നെ മോട്ടിവേഷൻ മേഖലയിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഭയങ്കര നന്മമനമാവാൻ എന്നുള്ളതിൻ്റെ ഉപരി ഇവരുടെ ഡിവോഴ്സ് സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു 15 ലക്ഷം രൂപ VRS എടുത്ത് പിരിയുന്ന സമയത്ത് കിട്ടുന്ന പൈസ കൊടുത്തിട്ട് ഈ പറഞ്ഞ ഡോളി ഫിലിപ്പ് ഡോളയെ സെറ്റിൽ ചെയ്യാനാണെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ എയറിലുണ്ട്. അതൊക്കെ ഹിയർസ ആയിട്ട് ഞാൻ പറയുന്നതൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, എടുത്തു വെച്ച് ഞാനത് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഞാനത് എടുക്കുന്നില്ല. ഓക്കെ, അത് എടുക്കുന്നില്ല. പക്ഷേ എയറിൽ നിന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അറിയാവുന്ന പല ആളുകളും പറയാറുണ്ട്. ഇനിയിപ്പോൾ അവർ അന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ, അവരെ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിലുള്ളൊരു നറേറ്റീവ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാണോ, അത് നിങ്ങളറിയാതെ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ എക്സ് ഹസ്ബൻഡ് ഹൂഎവർ ഇറ്റ് ഈസ്, ഈ ഫിലിപ്പ് മമ്പാട് ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ബാക്കി കൊളീഗ്സിൻ്റെ ഇടയിലും പറഞ്ഞുണ്ടാക്കിയതാണോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ
നന്നായിരിക്കും. കാരണം ഒരു ഹിയർസേ ആയതുകൊണ്ട് അതെടുത്ത് എൻഡോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഓക്കെ, ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പേജിലോ ചാനലിലോ ഒക്കെ നിങ്ങളൊന്ന് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒരു വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ ഈ ന്യൂസ് 18 തന്നെ വിളിച്ച് നിങ്ങൾ ഇതിൻ്റെ ക്ലിയർ കട്ട് വേർഷൻസ് ഒന്നും നിങ്ങൾ പറ. എങ്ങനെ നിങ്ങളുടെ പേര് മാറി? അത് നിങ്ങളുടെ ആദ്യമുള്ള പേര് തന്നെയായിരുന്നു എസാഡോള ജോസഫ്, ഡോളി ഫിലിപ്പ്. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഞങ്ങളൊരു ഷോയിൽ പോയ സമയത്ത് അപ്പോൾ പള്ളിയിലിട്ട പേര്, പക്ഷേ നിന്നെ വീട്ടിൽ വിളിക്കുന്ന പേര്, ഇങ്ങനെ എന്തെങ്കിലും സെറ്റപ്പാണോ എന്നൊക്കെ നിങ്ങൾ തന്നെ പറ. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2024 നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതും കൂടി നിങ്ങളൊരു ക്ലാരിറ്റിയിൽ പറ. അതൊന്നും നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ 23-24 വർഷമായിട്ട് ഇയാളുടെ കൂടെ ഉണ്ട്. അങ്ങനെ കൂടെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ 16 വയസ്സുകാരിയുടെ കാര്യം കൃത്യമായിട്ട് അറിയേണ്ടത് നിങ്ങൾക്ക് അറിയണമായിരുന്നു. ഇനിയൊരു കുടുംബമെല്ലാം ഒപ്പം നിന്ന് പറയുന്നത്, കുടുംബമെല്ലാം എന്ന് പറയാൻ പറ്റില്ല, മകനില്ല. ഈ മകൻ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പ്രത്യക്ഷത്തിൽ ഇവിടെ എയറിൽ പറഞ്ഞു നടക്കുന്നത് മകൻ ഇവരുടെ ഇതിലേക്കില്ല എന്നുള്ള രീതിയിലാണ്. പറയാൻ പറ്റില്ല, ദേ ക്യാൻ പർച്ചേസ് എനിവൺ. കാരണം ഇതിൻ്റെയൊക്കെ ബാക്കിലുള്ള ആളുകൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഈ പറഞ്ഞ ഫിലിപ്പ് മമ്പാട് അയാളുടെ റവന്യൂ ഒക്കെ വന്ന് പറഞ്ഞ ഒരാളാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, പിന്നെ അയാളൊരു മോട്ടിവേഷൻ സ്പീക്കിങ്ങിന് പോകുന്ന സമയത്ത് വാങ്ങുന്ന റവന്യൂ, അങ്ങനെ പല സാധനങ്ങളും അയാൾ വീഡിയോയിൽ തന്നെ അയാൾ പല വേദികളിലായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടേ ഇതിൻ്റെയൊക്കെ ഒരു റവന്യൂ. അത് മാത്രമല്ല, ഇതുപോലുള്ളൊരു മുഖത്തിനെ, ഒരു നന്മ മരത്തിനെ അതൊരു ഫേക്ക് കേസ് ആയിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചും കോടതിയിൽ നിന്നൊരു ബെയിൽ കിട്ടുമ്പോഴത്തേക്ക് യെസ് ജയിച്ചു, കേസ് ജയിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ നാട്ടുകാരുടെ ഇടയ്ക്ക് ഒരു നറേറ്റീവ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന രാഹുൽ ഈശ്വറിൻ്റെ ഈ സോ കോൾഡ് മെൻ അസോസിയേഷന് വേണ്ടി മുറവിളി കൂട്ടുന്ന ബെൽറ്റൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് ഇതേപോലെ നറേറ്റീവ്സ് ഉണ്ടാക്കാനും മാനിപ്പുലേഷൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. കൊള്ളാൻ താണെന്നുണ്ടെങ്കിലും ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു നറേറ്റീവ് തുടങ്ങി വെച്ചത് തന്നെ രാഹുൽ ഈശ്വറാണ്. അപ്പം ഞാൻ പറയാം, ഈ മുൻ ഭാര്യ ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇയാളെ പിടിച്ച ആ ദിവസം തന്നെ ഇവരൊരു സെലിബ്രിറ്റി ഫേസാണ്. ഇവരാരും അറിയാത്ത ഒരാളല്ല. ഫിലിപ്പ് മമ്പാടിൻ്റെ വൈഫിന് ആരും അറിയാത്തതല്ല. ഫിലിപ്പ് മമ്പാടിൻ്റെ വൈഫിലൂടെയാണ് ഈവൻ ഫിലിപ്പ് മമ്പാട് വരെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവർക്ക് വളരെ ഈസി ആയിട്ട് ഇയാളെ പിടിച്ച അന്ന് തന്നെ ഇതൊരു ഫേക്ക് കേസാണ്. ഇപ്പോഴും അവർക്ക് ഡൗട്ടാണ്, ഈ തെളിയട്ടെ ആയിരിക്കാം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, ഇവരന്ന് കൂടെ ഉണ്ട്. ഫിലിപ്പ് മമ്പാടിനെ പിടിക്കുന്ന ദിവസം ഇവർ കൂടെ ഉണ്ടെങ്കിൽ ദ വെരി നെക്സ്റ്റ് ഡേ മീഡിയയ്ക്ക് വരെ റീച്ച് ഔട്ട് ചെയ്യാം. ഈവൻ മീഡിയ വരെ വെയിറ്റ് ചെയ്തു. ഇപ്പോഴും ന്യൂസ് 18 ഇവരുടെ അടുത്ത് ചെന്നത് എങ്ങനെ ചെന്നതെന്നുള്ളതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ന്യൂസ് 18 ചെല്ലുമ്പോൾ തന്നെ ആ പേരൊക്കെ അതിനെ എസാഡോള എന്ന് പറഞ്ഞ ഡോളി എന്നൊക്കെ സെറ്റാക്കിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം ഇയാളകത്തായി, ഇയാളെക്കുറിച്ചുള്ള വാർത്തകൾ വന്ന്, ഇയാളെക്കുറിച്ചുള്ള റിയാലിറ്റി, ഇയാളുടെ പൊയ്മുഖം, ഇയാളുടെ ഫേക്ക് വേസ് പുറത്ത് പൊളിഞ്ഞതിന് ശേഷം ഒരു നറേറ്റീവ് ഓൾറെഡി രാഹുൽ ഈശ്വറിൻ്റെ ചാനൽ വഴി അവർ സെറ്റാക്കി വിടുന്നു. അതിൽ അവർക്ക് ക്ലിയർ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ആരൊക്കെയെന്ന് നോക്കുമ്പോൾ മകളെ കൊണ്ടുവരുന്നു, മുൻ ഭാര്യയെ കൊണ്ടുവരുന്നു, എന്നിട്ട് അങ്ങോട്ട് വിട്ടു. ഇനി രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മാഡത്തിനെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങളിപ്പം പുരുഷ കമ്മീഷൻ മാഡത്തിന്റെ സഹായം പല കാര്യങ്ങളിലും തേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വർക്ക്ഷോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് എത്തിക്കാൻ. ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒഫീഷ്യൽ ട്രെയിനർ ആയിട്ടും ഹാപ്പിനെസ് സെന്ററിന്റെ പല വിഷയങ്ങളുമായിട്ട് ഗസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സുഹൃത്താണല്ലോ എന്നുള്ള ചോദ്യങ്ങൾ നിലവിലുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്, മറ്റുള്ളവർക്കിടയിലുണ്ട്. നമ്മൾ ഏത് ഒരു ഇരയാക്കപ്പെട്ട കുട്ടിക്ക് എതിരൊന്നുമല്ല, നമ്മൾ തീർച്ചയായിട്ടും ഇരയ്ക്കൊപ്പം തന്നെയാണ്, ഇരയാണെങ്കിൽ. എന്നാൽ അതേ സമയത്ത് അണ്ടർ 18 എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയല്ലല്ലോ അത്. ഒരു വ്യക്തിയുടെ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ ഒരു കുഞ്ഞെത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒറ്റയ്ക്കെത്തുന്ന ഒരു കുട്ടിയല്ല ഇത്. പിന്നെ ആ കുട്ടിയുടെ ഡിസേബിലിറ്റിയോ അല്ലെങ്കിൽ ഭിന്നശേഷി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതുമായി മാനസികമായിട്ടുള്ള പിരിമുറുക്കം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് എടുത്തിട്ടായിരിക്കും അടുത്ത വിവാദം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. സുഹൃത്ത് എന്നുള്ള നിലക്ക് തന്നെ ഞാൻ പറയുന്നത് റീസെന്റ് ആയിട്ട് നടന്നത് 2022 അല്ല, കഴിഞ്ഞ കാലയളവിൽ നടന്നത്. കൃത്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വൈഫിനായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. അതിനോടൊപ്പം തന്നെ ചർച്ചകളിൽ വരുന്ന മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ വൈഫ് മറ്റുള്ളവരൊക്കെ വളരെ മോശമായിട്ടുള്ള ബിഹേവിയർ കാരണം അദ്ദേഹത്തിന്റെ വൈഫാണ് മുഴുവൻ നീളം ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. അത് അഡ്വക്കേറ്റ് അടക്കം എന്റെ അടുത്ത് സംസാരിച്ചതാണ്. ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ. അങ്ങനെ വാർത്തകൾ ചിലർ ആദ്യം ഘട്ടത്തിൽ പടച്ചുവിടുന്നുണ്ടായിരുന്നു, വൈഫ് മാറി നിൽക്കുകയാണ്, വൈഫ് വേറെയാണ്. അങ്ങനെയല്ല, ഞാൻ വൈഫിനോട് സംസാരിച്ചിരുന്നു. വൈഫ് ശക്തമായി ഇദ്ദേഹത്തിന് പിന്തുണയും മറ്റും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ വെറും നിറം പിടിപ്പിച്ച കഥകളാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കഥകളാണ് ബാക്കിയുള്ളവർ അടിച്ചിറക്കുന്നത്. അല്ല, ഏതൊരു വീട്ടിനകത്തും
ഒരു വീട്ടിനകത്ത് ഫുൾ ടൈം പുരുഷനും സ്ത്രീയും ഒന്നിച്ചിട്ടല്ലല്ലോ. പിണക്കങ്ങളും അതൊക്കെ ഉണ്ടാവും. തന്നെയാണത്. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇണക്കങ്ങളും പിണക്കങ്ങളും വ്യക്തിപരമാണല്ലോ. ഇത് തന്നെയാണ് വൈഫ് ഓഫ് ദ സോ കോൾഡ് പോലീസ് ഓഫീസർ, എക്സ് പോലീസ് ഓഫീസർ, എക്സ് വൈഫ്. ഓക്കെ, ഇവർ പറയുന്ന പോലെ ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാര്യ പറഞ്ഞപ്പോഴും പറഞ്ഞതെന്താ, അങ്ങനെയാണല്ലോ ഇവർ പറയുന്നത്. ഭാര്യ പറഞ്ഞപ്പോൾ പറഞ്ഞത് വീട്ടിലെ പിണക്കങ്ങളും ഇണക്കങ്ങളും. ഇപ്പോൾ ആ ലേഡി രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പിണക്കങ്ങളും ഒരു വീട്ടിൽ നടക്കുന്ന സാധാരണ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒന്നുമല്ല, അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതിലുപരി ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഒരു വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് നോർമൽ. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേ നറേറ്റീവ് കുറച്ച് ദിവസം എടുത്ത് അവർ ഇത് സെറ്റ് ചെയ്തതാന്നുള്ളത് ഈ വീഡിയോ വന്ന ഡേറ്റും അതിനുശേഷം ഇന്നലെ വന്ന ഇവരുടെ ഈ ഒരു ന്യൂസ് ബൈറ്റും കാണുമ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് സംസാരിക്കുന്നവർ ഒന്ന് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വറിന് ഈ പറഞ്ഞ ഒരാണിനെ ഫേക്ക് കേസ് കൊടുത്ത് അകത്താക്കി, ഇനി ഈ ആണിൻ്റെ ഫേക്ക് കേസാന്നുള്ളത് ഞാൻ തെളിയിച്ചാൽ വി ആർ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് മെൻസ് കമ്മീഷൻ ഉണ്ടാക്കാൻ നടക്കുന്ന രാഹുൽ ഈശ്വർ. ആൻഡ് കയ്യിലുള്ള കേസുകൾ നോക്കിയാൽ മതി, രാഹുൽ മാങ്കൂട്ടം, ഫിലിപ്പ് മമ്പാട്, ഇങ്ങനെയുള്ള കേസുകളാണ്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ മാത്രം ഡീൽ ചെയ്യുന്നൊരു വ്യക്തി, പ്ലസ് ഫിലിപ്പ് മമ്പാടിനെ പല രീതിയിലായിട്ട് അവരുടെ പ്രോഗ്രാംസിൽ വിളിച്ച് സംസാരിക്കുന്ന വേറൊരു ലേഡി. ഇത് ഫിലിപ്പ് മമ്പാടിനെ അറിയുന്ന, ഫിലിപ്പ് മമ്പാട് ഫ്രണ്ടായിട്ടുള്ള ആളുകൾ തമ്മിലാണ് പുറത്ത് വന്ന് വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഫിലിപ്പ് മമ്പാടിനെ അറിയില്ല. ഓക്കെ, എനിക്ക് അയാളായിട്ടൊരു കണക്ഷൻ ഇല്ല പേഴ്സണലി. പക്ഷേ പേഴ്സണലി അറിയാവുന്ന അയാളുടെ പ്രോഗ്രാമുകളിൽ അയാളെ ഭാഗമാക്കുന്ന വ്യക്തികൾ വന്നിരുന്നിട്ട് തന്നെയാണ് ഈ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ഒരു ഫ്രണ്ടിന് വേണ്ടി വേറൊരു ഫ്രണ്ട് സംസാരിക്കാം, ഒരു കൊളീക്കിന് വേണ്ടി ഒരു കൊളീക്ക് സംസാരിക്കാം, അറിയുന്നവർക്ക് വേണ്ടി അറിയുന്നവർക്ക് അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് പോവാം എന്നുള്ള നിലയ്ക്ക് വായിക്കൂടെ ഇത്? അങ്ങനെ ഒരു വെള്ളഭൂഷര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മലപ്പുറത്താണ്. പലരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നവർ മലപ്പുറത്തുള്ളവരുണ്ട്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്നവർ പലർക്കും മലപ്പുറക്കാരുണ്ട്, പോലീസിൽ വർക്ക് ചെയ്തവരുണ്ടാവും. അങ്ങനെ ഇവരെ പേഴ്സണലി അറിയാവുന്ന, നിങ്ങൾ ഈ ഫേക്ക് പ്രൊഫൈൽസ് എന്നുള്ള കമൻറ്റിങ് ആയിട്ടല്ല, നിങ്ങളിതിൻ്റെ ഒരു ഫേസ്ബുക്കിൽ പോയിട്ട് നിങ്ങളിതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്ക്. ചില വീഡിയോയിനിടയിൽ വളരെ എന്താ പറയുക, ഫോട്ടോ ഉള്ള ജെന്യുവിനായിട്ട് ആളാരാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രൊഫൈലുകളിൽ നിന്നാണ് ഇയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ കമൻറ്റിൽ വരുന്നത്. പക്ഷേ കമൻറ്റ് ഓഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ട് അവിടെ വെച്ചു എന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ഈ ലൈഫിൽ എന്ത് സംഭവിച്ചു, ഭാര്യ ഭർത്താവ് തമ്മിൽ സെപ്പറേറ്റഡ് ആണെന്നൊക്കെ വളരെ പച്ച വെളിച്ചം പോലെ അറിയുന്ന ആളുകളുള്ള സ്ഥലത്ത് വന്നിട്ട് ഇതുപോലെ നിങ്ങൾ ഇല്ല ഞാൻ 23 വർഷം ഒപ്പമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, നിങ്ങളെ ഹസ്ബൻഡിനെ സേവ് ചെയ്യാൻ, എക്സ് ഹസ്ബൻഡിനെ സേവ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാം, നോക്കാം. മകൾക്ക് അച്ഛനെ സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ സോക്കോൾഡ് കുടുംബം നിങ്ങൾ ചെയ്തു. പക്ഷേ ഇരയായിട്ടുള്ളൊരു 16 വയസ്സുകാരി, ആ 16 വയസ്സുള്ള കുട്ടിയുടെ ഹെൽപ്ലെസ് സിറ്റുവേഷൻ, ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാനും ആ വിക്ടിമിന് വേണ്ടി നിലകൊള്ളാനും ഇവിടെ ആരുമില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഞാൻ വന്ന് ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ഞാൻ ആ പറഞ്ഞതിൽ നിന്ന് ഒരു അണ്ണുവിടാൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. ആ കുട്ടി അനുഭവിച്ച ക്രൂരതകൾ ഞാൻ പറഞ്ഞതിലും കൂടുതലേ ഉള്ളൂ. അത് ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ ഈ നാട്ടിൽ വിക്ടിമിന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ വരികയാണെന്നുണ്ടെങ്കിൽ, ആ കുട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ടു നോ. മനസ്സിലായോ? വ്യൂവേഴ്സിന് മനസ്സിലാവും. വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വിക്ടിമിന് വന്ന് സംസാരിച്ചാൽ വിക്ടിം ഷെയ്മിങ് അല്ലെങ്കിൽ വിക്ടിമിനെ കടന്ന് ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും കുറ്റാരോപിതൻ അല്ലെങ്കിൽ കുറ്റക്കാരൻ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഈസി ആയിട്ട് വന്ന് മീഡിയനെ ഫേസ് ചെയ്യാം. അവർക്ക് കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയരുത് എന്നുള്ളൂ, അല്ലാതെ അവർക്ക് തൊട്ടും തൊടാതെയൊക്കെ പറഞ്ഞിട്ട് പോവാം. മനസ്സിലായില്ലേ? നമ്മൾ ഇൻ്റർവ്യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. കുറ്റാരോപിതനായിട്ട് നിൽക്കുന്ന സമയത്ത്, പ്രതി പട്ടികയിലുള്ള സമയത്ത് ദിലീപ് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും കേസിലിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. നാളെ ഫിലിപ്പ് മമ്പാട് ഇറങ്ങിയാലും ഇൻ്റർവ്യൂ കൊടുക്കും. വെളുപ്പിക്കാൻ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ഇറങ്ങും. വിക്ടിം വന്നിരുന്ന് പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെയ്യാറുണ്ടോ? അങ്ങനെ ഒരു സംഗതി കൂടി ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ വൈഫ് ഓർ എക്സ് വൈഫ് വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നാട്ടുകാർക്ക് ക്ലാരിറ്റി കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൊടുത്തു. അല്ലാതെ ആരുടെയെങ്കിലും നറേറ്റീവിന് എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്ന് പറയുമ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള ആ കുട്ടിയുടെ ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു അവസ്ഥ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കെങ്കിലും നിങ്ങൾ രണ്ടുപേരും, മകളും ഭാര്യയും, മനസ്സിലാക്കിയാൽ നല്ലത്.
അച്ഛനൻ അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡ് എന്നുള്ളൊരു ഇമോഷൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓഫറിങ്സിൻ്റെ മുകളിൽ അവിടെ അങ്ങനൊരു ഫാക്ടർ ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നല്ലതെന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ പപ്പറ്റായിട്ട് തുള്ളുക, അല്ലെങ്കിൽ അതിനു വേണ്ടി സംസാരിക്കുക. കേസിന് എന്താ പറയുക, കേസിലുപരി സോഷ്യൽ മീഡിയയിൽ ആ വിക്ടിമിനെ ഭയങ്കര മോശക്കാരിയാക്കുക, അല്ലെങ്കിൽ വിക്ടിമിന് വേണ്ടി സംസാരിക്കുന്നവരെ വളരെ മോശക്കാരാക്കുന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാൻ ഇവിടെ കുറേ പേരുണ്ട്. അതിന് കാശിറക്കാൻ ആളുകളുണ്ട്, അതിന് PR ചെയ്യാനുള്ള ആളുകളും സിസ്റ്റവും അവരുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറിയാൽ ഇതേപോലെ പല നന്മ മരങ്ങളും പല മുഖം മൂടിയിട്ട നന്മയോളികളും നാളെ പല തെമ്മാടിത്തരം കാണിക്കും. ഇപ്പോൾ പണ്ടുണ്ടായിരുന്നല്ലോ, എന്ത് ചെറ്റത്തരം വേണമെങ്കിലും കാണിക്കുക, പൈസ ഉള്ളവന്, പണവും പവറുള്ളവന് എന്ത് ചെറ്റത്തരം കാണിക്കുക. ആളൂർ വക്കീലുണ്ടായിരുന്നു, ആളൂര് പോയി. ഇപ്പോൾ പണമുള്ളവനും പവറുള്ളവനും എന്ത് തെണ്ടിത്തരവും കാണിക്കുക. രാഹുൽ ഈശ്വറും ചാനലും ഉണ്ട്, മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാനുള്ള വഴിയുണ്ട്. അപ്പോൾ എന്തും കാണിക്കുക എന്നുള്ള അവസ്ഥയ്ക്ക് കാര്യങ്ങൾ മാറാൻ പാടില്ല.